ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ശ്രുതി അശ്വിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ആ വള നിങ്ങളാണോ വാങ്ങിയത്? ആ ചോദ്യത്തിന് ഉത്തരം നിനക്കറിയണമല്ലേ? അതെ, ഞാൻ തന്നെയാണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനാണ് വാങ്ങിയത് അതുകൂടെ പറ എന്ന് പറയാൻ കേട്ടോ. നോക്ക് ശ്രുതികുമാരി, നീ ഡീലിൽ ജയിച്ചാൽ നീ പറയുന്ന ഒരു കാര്യം ചെയ്യാന്നേ ഞാൻ പറഞ്ഞോളൂ. നീ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, അതിനുള്ള ഉത്തരം നിനക്ക് തന്നു കഴിഞ്ഞു. ദ ഡീൽ ഈസ് ഓവർ. നീയല്ലേ നിനക്ക് ഈ വള ഇഷ്ടമില്ല എന്ന് പറഞ്ഞത്, എന്നാ പിന്നെ ഊരി കളഞ്ഞൂടെ എന്ന് ചോദിക്കാണേ. പിന്നീട് നമ്മുടെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഞാൻ വാങ്ങിയ വളകൾ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരിക്കളഞ്ഞേക്ക്, വീട്ടിലെത്തുന്നത് വരെ ഇട്ടുകൊണ്ട് നടക്കണ്ട, ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഊരിക്കളയാലോ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലല്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഊരിക്കളയണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ടുകൊണ്ട് നടന്നോ എന്ന് പറയട്ടോ അശ്വിൻ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ നീ എന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്? അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എനിക്ക് സത്യം കേൾക്കണമായിരുന്നു. ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറയൂ, എനിക്ക് വേണ്ടി എന്തിനാണ് ഈ വളകൾ വാങ്ങിയതെന്ന് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിന്റെ എല്ലാ ക്വസ്റ്റ്യനും മറുപടി പറയണമെന്നില്ലല്ലോ, എനിക്ക് വാങ്ങാൻ തോന്നി അപ്പോൾ വാങ്ങി, ഇട്ടുകൊണ്ട് നടക്കുകയോ ഊരിക്കളയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കണേ. അപ്പൊ ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പൊ ശ്രുതി ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കണേ. അശ്വിൻ ശ്രുതിയെ നോക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ അഞ്ജലി, പ്രീതി നീ ഇവിടെ നിന്ന് പോകുകയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ വിഷമം മാറുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞ പോലെ ഒരു ഫീലിംഗ് എനിക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കട്ടോ ആകാശിനെ. താൻ വരുന്ന ആ ഒരു നല്ലൊരു നിമിഷത്തിനെ ആലോചിച്ചിരിക്കട്ടോ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ അമ്മായി, ഈ ശ്രുതി ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി മുകളിലേക്ക് പോയിട്ട്? വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ പണിയുള്ളതാ? അവൾക്ക് ഇതിന്റെ ഗൗരവം ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ മനോരമ അങ്ങോട്ടേക്ക് വരികയാണേ. രാമേട്ടാ എന്ന് വിളിച്ചിട്ട്, അമ്മ രാമേട്ടനെ കണ്ടോ? വീണ്ടും രാമേട്ടാ എന്ന് വിളിക്കുമ്പോൾ അയാൾ വരികയാണേ. തന്നോട് ഞാൻ ഈ ലിസ്റ്റിലുള്ള എല്ലാ കാര്യവും വാങ്ങാൻ പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ താൻ എന്താ ചെയ്തേ? അതിന് മനോരമ ഈ ലിസ്റ്റ് തന്നിട്ട് തിരിച്ചു വാങ്ങിയല്ലോ. ഇത്രയും നീണ്ട ലിസ്റ്റിൽ പറഞ്ഞതെല്ലാം ഞാനിങ്ങനെ ഓർമ്മയിൽ നിന്ന് വാങ്ങാനാന്ന് ചോദിക്കാട്ടോ രാമേട്ടൻ. എന്ത് പറഞ്ഞാലും തനിക്കൊരു എക്സ്ക്യൂസ് ഉണ്ടല്ലോടോ. അഞ്ജലി ബേബി ഈ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന്. അത് ഞാൻ വിശദമായിട്ട് നോക്കിയതല്ല ആൻറ്റി, ഒന്നും വിട്ടുപോയിട്ടില്ല. അഞ്ജലി ബേബി എനിക്ക് വിശ്വാസാ, എല്ലായിടത്തും എൻ്റെ കണ്ണ് തന്നെ വേണ്ട എത്താൻ. കാരണം എൻ്റെ സണ്ണിൻ്റെ മാരേജ് അല്ലേ നടക്കാൻ പോകുന്നത്, എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണ്ടേ, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് മാറുകയാണേ. ബാക്കിയുള്ളവർക്ക് വേഷം കെട്ടി വന്ന് തിന്നിട്ട് അങ്ങ് പോയാൽ പോരെ? എൻ്റെ മനോരമേ, ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിന്റെ ഭാവവും മറ്റും കണ്ടാൽ തോന്നല്ലോ ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണം ഈ നടക്കാൻ പോകുന്നതെന്ന്. എക്സ്ക്യൂസ് മീ മദർ ഇൻ ലോ, നിങ്ങളുടെ കീഴിൽ ഇത് ആദ്യത്തെ കല്യാണം അല്ലായിരിക്കും. ഫോർ മീ എൻ്റെ ആദ്യത്തെ വൺ ആൻഡ് ഓൺലി സണ്ണിൻ്റെ മാരേജാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെ ആയിരിക്കും. ഇച്ചിരി വേവ് ലെങ്ത് ഒക്കെ കൂടും. എൻ്റെ മകൻ ഒരു പുവർ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് മാരേജ് ഒരു ധർമ്മ കല്യാണം ആക്കാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും അമ്മായിക്കും വല്ലാണ്ടാവാണേ. അപ്പം മനോരമ അങ്ങ് പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ ഈ രീതി കേട്ട് നിങ്ങൾ വിഷമിക്കരുത്, അവളുടെ രീതിയും സ്വഭാവം ഒക്കെ അങ്ങനെ തന്നെയാ. എന്ത് ചെയ്യാനാ, കുടുംബത്തിലെ ഒരംഗമായി പോയില്ലേ, പിന്നെ മരുമകളായതുകൊണ്ട് കൂടുതൽ ശാസിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അതേപോലെ തന്നെ അശ്വിനും ശ്രുതിയും സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ ശ്യാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയം തന്നെ ശ്യാം അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. അശ്വിൻ ശ്രുതിയുടെ അടുത്ത് നിന്ന് പോരുമ്പോൾ തന്നെ തട്ടിപ്പോവാൻ കേട്ടോ ശ്യാം. പിന്നെ ശ്യാമേട്ട അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാട്ടോ. ശ്യാമിന് അതുകൂടി കേട്ടപ്പോൾ പക്ഷെ ഇങ്ങനെ കടിച്ചമർത്താണേ. ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ വാങ്ങിയതെന്ന് പറയില്ല പോലും. കടലമിഠായിയുടെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് അറിയില്ല, ഇഷ്ടമായില്ലെങ്കിൽ വലിച്ചെറിയണം പോലും എന്ന് പറഞ്ഞ ആ വളകൾ ഇങ്ങനെ കുലുക്കിയിട്ട് ചിരിച്ചു നിൽക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി. പിന്നീട് അശ്വിൻ ശ്രുതിയെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണേ. അശ്വിനെ കിസ് ചെയ്തതും ആംബുലൻസ് വന്ന് ഇടിച്ചെന്ന് വിചാരിച്ച് ഓരോന്ന് പറയുന്നില്ല, അതൊക്കെ ഇങ്ങനെ അശ്വിൻ സ്വപ്നം കാണാനേ. അതേസമയം നമ്മുടെ ശ്രുതിയും നീയാണ് ആ ആംബുലൻസിലെങ്കിൽ എന്തായേനെ എന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ ആലോചിക്കുന്നത്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഈ കടലമുട്ടയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയമിടിപ്പ് എത്ര ഉയരുന്നു, എൻ്റെ ഹൃദയം റൂട്ട് മാറി മിടിക്കുകയാണല്ലോ. കടലമുട്ടായി എന്തിനാ എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നേ, അയാൾക്ക് എൻ്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ.
എനിക്ക് അയാൾ വളകൾ വാങ്ങി തന്നത് വെറുതെ ആയിരിക്കോ അതോ ഇനി എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുകയാണേ. അതേസമയം വീണ്ടും അശ്വിൻ ഓർക്കുന്നതും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തുടർന്ന് നമ്മുടെ മനോരമ കുറെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുകയാണേ. എന്നിട്ട് രാമേട്ടനെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ കുറെ ഫ്രണ്ട്സ് വരും, അവർക്ക് സ്റ്റേ ചെയ്യാൻ ഇവിടെ അടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ശരി മനോരമേ എന്ന് പറയുമ്പോൾ, ശരി മനോരമയെന്നോ, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം ഇവിടുത്തെ അമ്മയ്ക്ക് തുല്യ എന്ന് പറയുമ്പോൾ, ശരി മനോരമ അമ്മേ എന്ന് പറഞ്ഞിട്ട് രാമൻ അങ്ങ് പോവാണേ. അങ്ങനെ മനോരമയോട് അഞ്ജലി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഒരു കാര്യം മറന്നല്ലോ. എനിക്ക് എപ്പോഴേ തോന്നി കാര്യത്തിനോട് ഓരോന്ന് അടുക്കുമ്പോൾ എന്തെങ്കിലും മറക്കുമെന്ന്. എന്താ കാര്യം ബേബി എന്ന് ചോദിക്കുമ്പോൾ, പെണ്ണു വീട്ടുകാർക്ക് ഉടുക്കാനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ മറന്നുപോയി എന്ന് പറയണേ. അതിനിപ്പോൾ എന്താ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പറ്റില്ല മനോരമേ, പെണ്ണിന് വീട്ടിൽ നിന്ന് ഉടുത്തൊരുങ്ങേണ്ട സാധനം അവിടെ എത്തിച്ചേ പറ്റുള്ളൂ, അത് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, മര്യാദയൊക്കെ നോക്കാൻ നിൽക്കണോ, അങ്ങനെയാണെങ്കിൽ അവരല്ലേ കല്യാണം നടത്തേണ്ടത്, നമ്മളുടെ ബാധ്യത ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, അത് കുഞ്ഞൻ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവർ സമ്മതിച്ചത്. ഓ പിന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ മനോരമ. ഇതിപ്പോൾ ഡ്രസ്സ് അവിടെ എത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. മോനെ നന്ദു, നീ ഒരു ഉപകാരം ചെയ്യോ, ഈ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ കൊടുക്കാലോ എന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, വേണ്ട അതിൻ്റെ ആവശ്യമില്ല, അവർക്കുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറയാൻ കേട്ടോ. അത് കണ്ടിട്ട് മുത്തശ്ശി അഞ്ജലിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ കുഞ്ഞൻ പോയത് ഡ്രസ്സ് കൊടുക്കാനോ അതോ ശ്രുതിയെ കാണാനോ? രണ്ടായാലും അവന് നല്ല കാര്യമുള്ള കാര്യത്തിന് തന്നെയാണ് പോയതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചിരിക്കാനേ. ഇതിനുശേഷം അഞ്ജലി അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് കേട്ടോ. കല്യാണത്തലേന്നായിട്ടും ആദ്യം ഒഴിയുന്നില്ലല്ലോ എൻ്റെ പ്രമീളടത്തി, എന്താ രാധേ എന്ന് ചോദിക്കും. അല്ല, പെണ്ണിനൊടുക്കാനുള്ള സാരി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ, അത് അവര് എത്തിക്കാന്ന് പറഞ്ഞതാണല്ലോ, പറഞ്ഞാ മതിയോ ഇവിടെ എത്തണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ കയറി വരികയാണേ. അയ്യോ അശ്വിൻ മോൻ ഇതാ വന്നിരിക്കുന്നു, ഞാൻ പ്രീതിക്കുള്ള ഡ്രസ്സുമായിട്ട് വന്നതാന്ന് പറയണേ. ഞങ്ങളിപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ, ഞങ്ങൾ വിചാരിച്ചു മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. ഏയ് മറന്നു പോയിട്ടൊന്നുമില്ല എന്ന് പറയണേ. എന്നാ മോൻ ഇരിക്കി, ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് പ്രമീള അങ്ങ് പോവാട്ടോ. അപ്പോഴും അശ്വിൻ ഇങ്ങനെ തെരഞ്ഞെടുക്കാട്ടോ ശ്രുതി എവിടെ എന്നുള്ള കാര്യത്തില്. അങ്ങനെ അശ്വിൻ ശ്രുതി അവിടെ കാണാഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ശ്രുതിയുടെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കുകയാണേ. അപ്പോൾ ശ്രുതി ഓരോരുത്തർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്